അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, നമ്മുടെ ബലാഗയുടെ മുഖ്തസറിൻ്റെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. എല്ലാ വിദ്യാർത്ഥികളും കിതാബ് മുമ്പിൽ വെച്ചുകൊണ്ട് ക്ലാസ് ശ്രദ്ധിക്കണമെന്ന് നിങ്ങളെ ആമുഖമായി ഉണർത്തുകയാണ്. നമ്മുടെ ക്ലാസ് അപ്പോൾ ജിനാസിനെ സംബന്ധിച്ച് നമ്മൾ നോക്കി. അപ്പോൾ ജിനാസ് അതിൽ താമിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു അത്താമു മിൻഹു അൻ യത്തഫിഖ അല്ലേ ഫി അഅദാദി വൽ ഹൈആത്തി വൽ അഷ്കാലി, അങ്ങനെ പറഞ്ഞിട്ട് അല്ലേ അതതുകളിലും ഷക്കിലുകളിലും എണ്ണങ്ങളിലും അതിൻ്റെ 4 കാര്യങ്ങളിൽ ഇങ്ങനെ യോജിച്ചു വന്നാൽ അത് താമായി. പിന്നെ താമിൽ ഓരോ ഇനങ്ങൾ ചർച്ച ചെയ്തു. ഇനി അതിൻ്റെ ബാക്കി ഭാഗം നോക്കാനുള്ളത് ശ്രദ്ധിക്കുക. വഇൻ ഇഖ്തലഫ അത്ഫുൻ അലാ ഖൗലിഹി വത്താമു മിൻഹു അൻ യത്തഫിഖ ഔ അലാ മഹ്ദൂഫിൻ ഐ ഹാദാ ഇൻ ഇത്തഫഖ ഫീമാ ദുകിറ. വഇൻ ഇഖ്തലഫ ഇനി ആ 2 ലഫ്ദുകൾ തമ്മിൽ പരസ്പരം എതിരായാൽ, ജനാസ ആകുമ്പോൾ ഒരേ മൊഴിയലിൽ ഒരുപോലെ വരുന്ന ലഫ്ദുകൾ എന്നാണ് പറഞ്ഞല്ലേ. ഇനി ആ ലഫ്ദുകൾ തമ്മിൽ വ്യത്യാസമായാൽ അത്തുഫിന് ഈ വൈൻ ഇഖ്തലഫ എന്നുള്ളത് അത്തുഫാണ്. അലാ കൗലി വത്താമു മിൻഹു അൻ യത്തഫിഖ എന്ന് പറഞ്ഞല്ലോ നമ്മൾ മുമ്പ്, അവിടേക്കാണ് അത്തുഫ്. ഔ അല്ലെങ്കിൽ അലാ മഹ്ദൂഫിൻ, കളയപ്പെട്ട ഒന്നിൻ്റെ മേലാണ് അത്തുഫ്. അതായത് സങ്കല്പിക്കൽ ഇങ്ങനെയാണ്, ഹാദ ഇതാവുന്നതിന് ഇത്തഫഖ, അത് യോജിച്ചാൽ, അത് രണ്ടും യോജിച്ചാൽ, ഫീമ ദുക്കിറി പേര് പറയപ്പെട്ട കാര്യങ്ങളൊക്കെ യോജിച്ചു വന്നാൽ, വൈൻ ഇഖ്തലഫ ഇനി അത് രണ്ടും എന്തായാൽ പരസ്പരം എതിരായാൽ ലഫ്ല. അപ്പോൾ വൈൻ ഇഖ്തലഫ അതായത് ലഫ്ല മുത്തജാനിസൈനി, ജിൻസത്ത് വന്ന വൈൻ ഇഖ്തലഫ ലഫ്ലൽ മുത്തജാനിസൈനി, ഇങ്ങനെ മുത്തജാനിസായ ഈ ജിനാസിൽ വരുന്ന ഈ 2 ലഫ്ലുകൾ പരസ്പരം വൈരുദ്ധ്യമായാൽ എവിടെ? ഫി ഈ ഹൈഹാത്തിൽ ഉറൂഫി, ഹർഫുകളുടെ ഹൈഹത്തുകളിൽ. നമ്മൾ പറഞ്ഞു ഹൈഹത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷക്കിലാണ്, അതായത് ഹർക്കത്തുകൾ നോക്കിയിട്ടാണ് തീരുമാനിക്കുക ഹൈഹത്തിലെ. അപ്പോൾ ഈ ഹർക്കത്തുകളുടെ വിഷയത്തിൽ പരസ്പരം എതിരായാൽ ഫഖത്ത്, അതിന് മാത്രമാണ് എതിരെങ്കിൽ അതായത് ഇത്തഫഖ ഈ 2 ലഫ്ദുകൾ തമ്മിൽ എന്ത് ചെയ്തു? യോജിച്ചു. ഫിൻ നൗഇ വൽ അദദി വ തർത്തീബി, നൗഇലും യോജിച്ചിട്ടുണ്ട്, അദദിലും തർത്തീബിലൊക്കെ യോജിച്ചിട്ടുണ്ട്. ഒരേ നൗ തന്നെയാണ്, അതതും അതന്നെ തർത്തീബ് റെഡി. പക്ഷേ ഷക്കിലിൽ മാത്രം മാറ്റം വന്നു, ഹൈആത്തിൽ മാത്രം മാറ്റം വന്നെങ്കിൽ യുസമ്മൽ തജ്നീസു മുഹ്രിഫ, ഇങ്ങനെ വരുന്ന ജിനാസ്, അതായത് അയ്ഹത്തിൽ മാത്രം മാറ്റം വരുന്ന ജിനാസിൻ്റെ പേര്, അങ്ങനെയുള്ള തജ്നീസിന് മുഹ്രിഫൻ എന്നാണ് പേര്. ലിൻഹിറാഫി, അത് തെറ്റിപ്പോയതിനു വേണ്ടി. ഇഹദൽ ഐഹത്തൈനി, അതിന് രണ്ടാലൊരു ഐഹത്ത്, അല്ലെങ്കിൽ ലുഹ്റ മറ്റേ ഐഹത്തിനെ തൊട്ട് തെറ്റി, രണ്ടാലൊരു ഷക്കിൽ മറ്റേ ഷക്കിലിനെ തൊട്ട് തെറ്റിപ്പോയതുകൊണ്ട് അങ്ങനെ അതിന് പേര് വന്നു. വൽ ഇഖ്തിലാഫു ഇനി, അപ്പോൾ ഇവിടെ ഹർക്കത്തിലാണ് മാറ്റം ഉണ്ടാകല്ലേ. വൽ ഇഖ്തിലാഫു, അപ്പം ഇനി ഇവിടെ വരുന്ന ഈ മാറ്റം കദി യകൂനു ബിൽ ഹർക്കത്തി, അത് ചിലപ്പം ഹർക്കത്ത് കൊണ്ടായിരിക്കും. ഇതുപോലെ കൗലിഹിം, അവർ പറയുന്നത് പോലെ ജുബ്ബത്തുൽ ബുർദി ജുന്നത്തുൽ ബർദി എന്ന് പറയാറുണ്ട്. ജുബ്ബത്തുൽ ബുർദി, ബുർദയുടെ ജുബ്ബ അല്ലേ, ബുർദന ഫുൾ നീളത്തിലുള്ള കുപ്പായം, അതിനാലുള്ള ജുബ്ബയാവുന്നത് ജുന്നത്തുൽ ബർദി, അത് തണുപ്പിൽ നിന്നും സംരക്ഷിക്കുന്നതാണ്, അതിൻ്റെ പരിചയമാണ്, തണുപ്പിൻ്റെ പരിചയമാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഫലഫ് യാനി മുസന്നിഫ് ഉദ്ദേശിച്ചത് ഏതാ? ലഫ്ലൈ ബുർദി വൽ ബർദ് അല്ലേ, ബർദ് ബുർദി എന്നീ 2 ലഫ്ലുകൾ. ബിൽ ലമ്മി വൽ ഫതഹി, ലഫ്ല് ബുർദ് എന്ന് ബർദ് രണ്ടും ഉണ്ട്, ഫത്തുഹുകൊണ്ട് ലമ്മുകൊണ്ട് വായിക്കാം, ബർദ് ബുർദും. വ നഹ്വിഹി, അതുപോലത്തൊക്കെ ഫി അന്നൽ ഇഖ്തിലാഫ ഫിൽ ഹൈഹത്തി ഫഖത്ത്, ഇവിടെയൊക്കെ അതിൻ്റെ ഹർക്കത്തിൽ, അതിൻ്റെ ഷക്കിലിൽ, രൂപത്തിൽ മാത്രമാണ് ഇവിടെ എന്തുള്ളൂ ഇഖ്തിലാഫ് വന്നിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ വിഷയങ്ങൾ വനവി, അപ്പോൾ ഇതുപോലെ തന്നെയാണ്, അതായത് ഇപ്പോൾ ബുർദ് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് ഫി അന്നൽ ഇഖ്തിലാഫ് ഫിൽ ഹൈഹത്തി ഫഖത്ത്, ഹൈഹത്തിൽ മാത്രം വ്യത്യാസം വരുന്നിടത്ത് ബിൽ ഹർക്കത്ത് ഖൗലുഹും, അവരുടെ വാക്ക്, അൽ ജാഹിലു ഇമ്മാ മുഫ്രിത്തുൻ ഔ മുഫർരിത്തുൻ, ജാഹില് ഒന്നില്ലെങ്കിൽ മുഫ്രിത്താണ് അല്ലെങ്കിൽ മുഫർരിത്താണ്. മുഫ്രിത്ത് എന്ന് പറഞ്ഞാൽ അമിതമായി പരിധി വിട്ട് പ്രവർത്തിക്കുന്നവനാണ് ജാഹില്, അല്ലെങ്കിൽ മുഫർരിത്തുൻ തീരെ ഒന്നും പ്രവർത്തിക്കാതെ വീഴ്ച വരുത്തുന്നവനാണ്. ഒന്നില്ലെങ്കിൽ അമിതമായി പ്രവർത്തിക്കും, അല്ലെങ്കിൽ പ്രവർത്തനത്തിൽ വീഴ്ച വരുത്തും, അങ്ങനത്തെ ഒരുത്തനാണ് ആര്? ജാഹില്. ഇവിടെ നോക്കില്ലേ, അന്നൽ ഹർഫൽ മുഷദ്ദദ്, ഒന്ന് മുഫ്രിത്തും മറ്റേത് മുഫർരിത്തും ആണല്ലേ.
അപ്പോൾ ഇവിടെ ലിയന്നൽ ഹർഫൽ മുഷദ്ദത ഷദ് നൽകപ്പെട്ടിരിക്കുന്ന ഹർഫ് ലമ്മാ കാന യർതഫിഉ ലിസാനു അൻഹുമ ആ രണ്ട് വാക്കിനെ തൊട്ടും നാവിനെ ഉയർത്തപ്പെടുമ്പോൾ ദഫഅത്തൻ വാഹിദ ഒറ്റ പ്രാവശ്യമാണ് മുഫർരി എന്ന് പറയുമ്പോൾ ഒറ്റ പ്രാവശ്യമാണ് നാവിനെ നമ്മൾ അനക്കേണ്ടി വരുന്നത്. ഹർഫിമായത് അതുപോലെ തന്നെ ഒരു ഹർഫിനെ ഉച്ചരിക്കുമ്പോൾ ഒരു പ്രാവശ്യമല്ല ഉയർത്തുക. അതേപോലെ തന്നെയാണ് ഇവിടെ ഷദ്ദുള്ള വാക്കിനെയും ആ ഷദ്ദുള്ള വാക്ക് പറയാൻ വേണ്ടിയിട്ട് നാവിനെ നമ്മൾ ഒരു പ്രാവശ്യമാണ് ഉയർത്തി വരുന്നത്. അതുകൊണ്ട് ഉദ്ദ അതിനെ എണ്ണപ്പെട്ടു ഹർഫും വായുത ഒറ്റ ഹർഫായിട്ട് എണ്ണപ്പെട്ടു. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറഞ്ഞത് ഷക്കിലിൽ മാത്രം പ്രശ്നം എന്താണ് വ്യത്യാസമുള്ളതായിട്ട് ഇതിന് എണ്ണാൻ കാരണം നടത്തും. ഫജഅലത തജ്നീസു അപ്പോൾ ഈ ജിനാസിനെ ആക്കപ്പെട്ടു മിൻ മഖ്തുലിഫ ഫീഹി ഫിൽ ഹൈഅത്തി ഫഖത്ത് ഹൈഅത്തിൽ മാത്രം അതിൻ്റെ കോലത്തിൽ മാത്രം മാറ്റം വരുന്ന ഒന്നിൻ്റെ കൂട്ടത്തിൽ അതിനെ ആക്കപ്പെട്ടു. വലിദാ ഖാല അതുകൊണ്ടാണ് മുസന്നിഫ് പറഞ്ഞത് വൽ ഹർഫുൽ മുഷദ്ദദു ഷദ്ദാക്കപ്പെട്ട ഹർഫ് ഫി ഹാദൽ ബാബി ഈ ജിനാസിൻ്റെ ബാബിൽ ഷദ്ദാക്കപ്പെട്ട ഹർഫ് ഫി ഹുക്മിൽ മുഖഫഫി അത് മുഖഫഫിൻ്റെ സ്ഥാനത്താണ് എന്ന് മൂപ്പര് പറയാൻ കാരണം ഫഖ്തിലാഫുൽ ഹൈഅത്തി അപ്പോൾ ഹൈഅത്തിലുള്ള മാറ്റം ഫിൽ മുഫ്രിത്തി വൽ മുഫരിത്തി മുഫരിത്തിലും മുഫരിത്തിലും ഐഹാത്തിലുള്ള മാറ്റം ബേത്തിബാരി അന്നൽ ഫഅമിൻഹുമ എന്താണ് സാക്കിനുൻ ഇവിടെ എന്ത് പരിഗണിച്ചിട്ടാണ് ഈ മുഫരിത്ത് അതിന് മുഫരിത്ത് അല്ലേ അവിടെ ഇപ്പം മാറ്റം അവിടെ വരുന്നതെന്നാണ് പറയണത്. അതായത് ഇഖ്തിലാഫ് വരുന്നല്ലോ. അപ്പോൾ ഷക്കിലിൽ മാത്രമാണ് എന്ത് വരുന്നുള്ളൂ അതിൻ്റെ അയ്യത്തിൽ മാത്രമാണ് കുഴപ്പം. അപ്പോൾ ഷദ് എന്തല്ല ഇഖ്തിലാഫ് അല്ല എന്ന് പറഞ്ഞു. അത് ഷദ്ദുള്ളത് ഷദ്ദില്ലാത്തിൻ്റെ സ്ഥാനത്താന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഇവിടെ മാറ്റം വരുന്നത് എന്നാണ് പറയണത് വൽ ഇഖ്തിലാഫുൽ അയ്യത്തി ഫി മുഫരിത്തി മുഫരിത്ത് മുഫരിത്ത് എന്നുള്ളടത്ത് അവിടെ ഹൈഅത്തിൽ മാറ്റം വരുന്നത് ബേത്തിബാരി അന്നൽ ഫ ഈ മുഫരി അവിടെ ഫാ മിൻ അഹദീമ സാക്കിനുൻ ഒന്നിൽ അതായത് മുഫരിത്ത് എന്ന് പറയുമ്പോൾ അവിടെ സാക്കിനാണ്. വമിനൽ ആഖരി മുഫരിത്ത് എന്ന മഫ്തൂഹൻ അത് ഫതഹാക്കപ്പെട്ടതാണ്. അപ്പം ഇങ്ങനെയാണ് അവിടെ ഹൈഅത്തിൽ എന്ത് ചെയ്യുന്നത് മാറ്റം വരുന്നത്. അത് നമ്മൾ അയ്യാത്തിൽ മാത്രം മാറ്റം വരുന്നതിന് മുഹരിഫ് എന്ന് പേര് പറഞ്ഞു. മാത്രമല്ല അത് ചിലപ്പോൾ ഒരു ഹർക്കത്ത് മാത്രമായിരിക്കും മാറ്റം എന്ന് പറഞ്ഞു. ഇനി വഖദ് യകൂനു ഇഖ്തിലാഫു ബിൽ ഹർക്കത്തി വസ്സുഖൂനി ജമീഅൻ ചിലപ്പം ഹർക്കത്ത് സുക്കൂന് രണ്ടിലും എന്തുണ്ടാവും മാറ്റം ഉണ്ടാവും. ഹർക്കത്ത് കൊണ്ടും സുക്കൂന് കൊണ്ടും രണ്ടിലും മുഴുവനായിട്ട് എന്തുണ്ടാവും മാറ്റം ഉണ്ടാവും. ഏതുപോലെയൊക്കെ കൗലിഹിം അവർ പറയുന്നത് പോലെ അൽ ബിദ്അത്തു ശറഖുശ്ശിർക്കി ബിദ്അത്ത് ശറഖുശ്ശിർക്കി എന്ന് പറയാറുണ്ട്. അൽ ബിദ്അത്താവുന്നത് പുത്തൻ വാദം എന്നുള്ളത് അത് ശറഖുശ്ശിർക്കി ഷിർക്കിൻ്റെ എന്താണ് വലയാണ്. ഷിർക്കിൻ്റെ വലയാണ് പുത്തൻവാദമെന്ന് ആ പണ്ഡിതന്മാരുടെ വാക്കുണ്ട്. അപ്പോൾ അവിടെ ഷറക്ക് ഷിർക്ക് കണ്ടില്ലേ. അപ്പോൾ അവിടെ ഹർക്കത്തിലും മാറ്റം വന്നു സുക്കൂനിലും മാറ്റം വന്നു. ഫൈന ഷീന മിനൽ അവലി മഫ്തൂൻ ഒന്നാമത്തെ ഷറക്ക് എന്ന് പറയുന്നവർക്ക് ഷീന് മഫ്തൂഹായിരുന്നു. ഒമിനത്താനി മക്സൂർ രണ്ടാമത്തോട് ഷിർക്ക് അറിയുമ്പോൾ കെസ്റ വറാ മിനൽ അവലി മഫ്തൂൻ ഒന്നാമത്തോടത്ത് റാഉം എന്താണ് ഫതഹായിരുന്നു ഷറക്ക് എന്നല്ല പറഞ്ഞത്. ഒമിനത്താനി രണ്ടാമത്തോടത്ത് ഷിർക്ക് എന്നിടത്ത് സാക്കിനാണ് കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഹർക്കത്ത് സുക്കൂന് ഇതിൽ രണ്ടിലും എന്താവാം ചിലപ്പോൾ വ്യത്യാസങ്ങൾ കണ്ടേക്കാം. അപ്പോൾ ഇങ്ങനെ രണ്ട് ഇനം ഏത് ഈ ഹയാത്തിൽ മാറ്റം വരും മുഹരിഫ് എന്ന് പറയും. അപ്പോൾ അതൊന്നും ഈ ഹർക്കത്ത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ സുക്കൂനിലും ഹർക്കത്തിലും മാറ്റം വരും. അതിന് ഉദാഹരണം പറഞ്ഞു. ഇനി വൈൻ ഇഖ്തലഫ അൽ ലഫ്ദുൽ മുതജാനിസൈനി ഇങ്ങനെ ജിനാസായി വരുന്ന ലഫ്ദുകൾ മുതജാനിസാനിയായി വരുന്ന ഒരേപോലെ വരുന്ന ലഫ്ദുകളിൽ അത് ഇഖ്തിലാഫ് ഉണ്ടാവാം. ഫി അഅദാദിഹ അത് ആ അർഫുകളുടെ അതതുകളിൽ എണ്ണത്തിൽ ചിലപ്പോൾ മാറ്റം ഉണ്ടാകും. അഅദാദുൽ ഹുറൂഫി അർഫുകളുടെ എണ്ണത്തിൽ മാറ്റം ഉണ്ടാവും. അങ്ങനെ അത് ബി അൻ യകൂന ഫി അഹദിൽ ലഫ്ളൈനി അതെങ്ങനെ ബി അൻ യകൂന ഉണ്ടാവലാണ് ഫി അഹദിൽ ലഫ്ളൈനി ഈ പറഞ്ഞ രണ്ട് ലഫ്ദുകളിൽ ഒന്നിലുണ്ടാവുക ഹർഫു സായിദിൻ സായിദയുടെ ഒരു ഹർഫ് ഉണ്ടാവുക ഔ അക്സറ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സായിദ ഉണ്ടാവുക. ഇതാ സഖത ആ സായിദ പോയാൽ ഹസൽ ജിനാസുത്താം അതെന്തായി മാറും പൂർണ്ണമായ ജിനാസായി വരും. അങ്ങനെയുള്ള ഇനം. അപ്പോൾ അതതുകളിൽ മാറ്റം വരുന്നത് അതതുകളിൽ എന്ത് വരുന്നു വ്യത്യാസം വരുന്നു. അത് ഒന്നല്ലെങ്കിൽ സായിദായ ഒന്നതിലധികം അക്ഷരങ്ങൾ മറ്റുള്ള ലഫ്ദിലുള്ള ഇല്ലാത്ത സായിദ ഉണ്ടാവും. അപ്പോൾ ആ സായിദ പോയി കളഞ്ഞാലോ ഇത് പൂർണ്ണമായ ജിനാസായിട്ട് വരും. ആ രീതിയിൽ വരുന്നത് സുമ്മിയൽ ജിനാസു ഇങ്ങനെയുള്ള ജിനാസിൻ്റെ പേര് നാഖിസൻ എന്താണ് പേര് ജിനാസ് നാഖിസ് എന്നാണ് ഈ ഇനത്തിൻ്റെ പേര്. കാരണം ലിന്നുഖ്സാനി അഹദുൽ ലഫ്ളൈനി അനിൽ ആഖരി
എന്തിനാ അത് നാഖിസ് എന്ന് പേര് കിട്ടിയത്? അതിൽ നുഖ്സാനി ചുരുങ്ങിയതിന് വേണ്ടി അഹദുൽ ലഫ്ലൈനി രണ്ടാലൊരു ലഫ്ല് അനിൽ ആഖരി മറ്റേ ലഫ്ലിനെ തൊട്ട് എന്ത് ചെയ്തു? ചുരുങ്ങി എന്നുള്ള കാരണത്തിന് വേണ്ടി. വദാലിക ഇഖ്തിലാഫ്, ഈ ഇഖ്തിലാഫ് ഏത്? ജിനാസ് നാഖിസിൽ ഈ ഇഖ്തിലാഫ് ഉണ്ടല്ലോ, അത് ഇമ്മാ ബി ഹർഫിൻ വാഹിദ, അത് ചിലപ്പോൾ ഒറ്റ അക്ഷരം മാത്രമേക്കാരം സായിദ ഉണ്ടാവുക മറ്റേ ലഫ്ലിനേക്കാൾ. അപ്പം അങ്ങനെ വരാം. ഫിൽ അവലി, അതും ചിലപ്പോൾ ആ ഒരക്ഷരം തന്നെ സായിദ് എവിടേക്കാരം? ഫിൽ അവലി, തുടക്കത്തിലായിരിക്കും. കണ്ടോ? അപ്പം ഇത് എന്താണ്? രണ്ട് ലഫ്ലുകൾ ഒരുപോലെ വരുന്ന ലഫ്ലുകളിൽ അതതുകളുടെ എണ്ണം, അതിൻ്റെ എണ്ണത്തിൽ മാറ്റം ഉണ്ടാവും. ഈ എണ്ണത്തിൽ മാറ്റം വരിക എന്ന് എങ്ങനെയാണ് പറയണത്? അത് ഈ രണ്ട് ലഫ്ലുകളിൽ ഒരു ലഫ്ലിലുണ്ട് എന്തുണ്ടാവും? മറ്റേ ലഫ്ലിനേക്കാൾ കൂടുതൽ സായിദയായ ലഫ്ലുണ്ടാവും. അതൊന്നതിൽ കൂടുതലുണ്ടാവാം. അതന്നെ ചിലപ്പോൾ എവിടെ വരാം? ഒരു അർഫ് കൊണ്ട് സായിദ വരും, അതന്നെ അവലിലാവാം. ആ ലഫ്ലിൻ്റെ തുടക്കത്തിൽ ഒരക്ഷരം കൊണ്ട് ഇഖ്തിലാഫ് വരാം. ഉദാഹരണം, മസലു വൽതഫത്തി സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. വൽതഫത്തി സാഖ് ബിസ്സാഖ്, രണ്ട് തണങ്കാലുകൾ തമ്മിൽ പരസ്പരം കൂട്ടിമുട്ടുമ്പോൾ. ഇൽതഫത്തു സാഖ്, സാഖാനത് കണങ്കാൽ മറ്റേ കണങ്കാലുമായി കൂട്ടിയിടിക്കുന്ന സന്ദർഭം. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, അന്ന ദിവസം അള്ളാഹുവിലേക്കാണ് അവരെ തെളിക്കപ്പെടുന്നത്. കണ്ടോ? ബിസിയാദ് മീമിൻ സാഖ് മസാഖ്. അവിടെ നോക്കിയും സാഖും മസാഖും. മസാഖ് അറിയുമ്പോൾ ഒരു മീമ് സായിദുണ്ട്, കണ്ടില്ലേ? സാഖ് അർത്ഥം വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ മസാഖും സാഖും ഇവിടെ അതതുകളിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അപ്പോൾ ആ വ്യത്യാസം തന്നെ തുടക്കത്തിലാണ്. ഇനി ഔഫിൽ വസ്തു, അല്ലെങ്കിൽ എന്താവാം? ഈ സായിദ അല്ലെങ്കിൽ ഈ ഇഖ്തിലാഫ്, ഈ മാറ്റം നടുവിലാകാം. നഹു ജദ്ദി വജഹ്ദി, ജദ്ദി എൻ്റെ അവകാശം, എൻ്റെ വിഹിതം, അല്ലെങ്കിൽ എൻ്റെ അധ്വാനം, എൻ്റെ അതിന് ഐശ്വര്യം എന്നൊക്കെ അർത്ഥം. ജദ് എന്ന് വാക്കിന് അങ്ങനെ അർത്ഥമുണ്ട്. വിഹിതം എൻ്റെ എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. വിഹിതം ഐശ്വര്യം, അതാണ് ഇപ്പോൾ അർത്ഥം. ജദ്ദി ജഹ്ദി, അത് എൻ്റെ പരിശ്രമമാണ്, എൻ്റെ ക്ഷീണമാണ്, എൻ്റെ ബുദ്ധിമുട്ടാണ്. അപ്പം എൻ്റെ ഈ ഒരു അധ്വാനം എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് ക്ഷീണിച്ചുണ്ടാക്കിയതാണ് അർത്ഥത്തിന്. അതിവിടെ നോക്കിയും ബിസിയാദത്തിൽ ഹ ഇ, ഇവിടെ ജദ്ദിയും ജഹ്ദിയും അത് തമ്മിൽ ചെറിയ മാറ്റം വരുന്നത്. ആ ഹ ഇടയിൽ ഒന്നാണ്. ഒക്കെ സബക്ക മുമ്പ് നമ്മൾ പറഞ്ഞു പോയി അന്നൽ മുഷദ്ദദ ഷദ്ദുൽ അക്ഷരം ഫി, ഈ വിഷയത്തിൽ ഫി ഹുക്മിൽ മുഖഫഫി, ഷദ്ദില്ലാത്ത ഖഫീഫിൻ്റെ സ്ഥാനത്താന്ന് പറഞ്ഞു. അപ്പോൾ ജദ്ദി എന്ന ഷദ്ദുണ്ട്, മറ്റേ ഇനിയിപ്പോൾ ഹാ പോയാൽ തന്നെ ജദ്ദീന്ന് ഉണ്ടാവുള്ളൂ, ഷദ്ദില്ല. അപ്പോൾ ഷദ്ദില്ലതില്ലാത്തൊക്കെ ഒരേ ഹുക്മിലാന്ന് പറഞ്ഞു. ഔ അല്ലെങ്കിൽ ഫിൽ ആഖരി, അല്ലെങ്കിൽ എന്താവാം? ഈ മാറ്റം, ഈ ഇഖ്തിലാഫ് അവസാനത്തിലാവാം. ഇതുപോലെ ഖൗലിഹിം യമുദ്ദൂന മിൻ ഐദിൻ അവാസിൻ അവാസിമി തസൂലു ബി അസിയാഫിൻ ഖവാദിൻ ഖവാദിബി. യമുദ്ദൂന അവർ നീട്ടുന്നു, മിൻ ഐദിൻ കൈകളെ, അവാസിൻ ആ കൈകൾ തന്നെ ശത്രുക്കളെ അടിക്കുന്നതായ നിലയിൽ ആ കൈകൾ നീട്ടുന്നു. അവാസിമിൻ തൻ്റെ ആളുകളെ സംരക്ഷിക്കുന്നതായിട്ടും. ഇവിടെ ബിസിയാദത്തിൽ മീമി ഉണ്ടോ? ആസിം അവാസിം അവിടെ മീമി സായത് അവസാനത്തില്ല. വലറ്റിബാറ ബി തൻവീനി, അവാസിൻ എന്നൊരു തൻവീനുണ്ട്, മറ്റോടത്ത് ഇല്ല. അവിടെ ഈ തൻവീൻ കൊണ്ട് പരിഗണിക്കൂല. വ കൗലു, ഇനി മുസന്നിഫിൻ്റെ കൗല് മിൻ ഐദിൻ എന്നുള്ളത് ഫി മൗദി നസ്ബിൻ്റെ സ്ഥാനത്താണ്. നസ്ബി മഫൂൽ കൊണ്ടുള്ള നസ്ബിൻ്റെ സ്ഥാനത്താണ്. മഫൂൽ യമുദ്ദൂൻ്റെ മഫൂൽ നസ്ബിൻ്റെ സ്ഥാനത്താണ്. അത് അല്ല സിയാദത്ത് മിൻ സിയാദത്തായിട്ട് അതാണ് കൈകളെ നീട്ടുന്നു എന്ന് പറഞ്ഞത്. കമാഹുവ മദ്ഹബുൽ അഖ്ഫശിമാമിൻ്റെ മദ്ഹബ് അങ്ങനെയാണ്. അപ്പോൾ യമുദ്ദൂന ഐദിൻ മിൻ സായിദ, അപ്പോൾ കൈകളെ അവർ നീട്ടുന്നു എന്നർത്ഥത്തിന്. ഔ അല്ലെങ്കിൽ അല കൗനിഹാലി മിൻ തബീലി, ഈ മിൻ തബീലിന് വേണ്ടിയിട്ട്. അപ്പോൾ കൈകളിൽ നിന്നും ചിലത്. കമാഫി കൗലിഹിം, അവർ പറയാറുണ്ട് ഹസ്സ മിൻ അത്ഫിഹി വഹറക്ക മിൻ നഷാത്തിഹി. ഹസ്സ അവൻ കുലുക്കി, മിൻ അത്ഫി അവൻ്റെ അത്ഫിൽ നിന്നും, വഹറക്ക ചലിപ്പിച്ചു, മിൻ നഷാത്തി അവൻ്റെ ഉന്മേഷത്തിൽ നിന്ന് പറയാറുണ്ട്. അപ്പോൾ ചിലത് നടത്തത്തിന്, ബാധ നടത്തത്തിന്. ഔ അല്ലെങ്കിൽ അല അന്നവും സിഫത്തുല്ലി മഹദൂഫിൻ, അല്ലെങ്കിൽ മിൻ അയാദിൽ നിന്ന് കളയപ്പെട്ട ഒന്നിൻ്റെ സിഫത്താണ്. അതായത് എന്ത് സങ്കല്പിക്കുക? യമുദ്ദൂന അവർ നീട്ടുന്നു, സായിദത്ത് എന്നർത്ഥം. മിൻ ഐദിൻ കയ്യിനാലുള്ള സവായിദകൾ നീട്ടുന്നു എന്ന അർത്ഥത്തിന്. അങ്ങനെയും എന്ത് ചെയ്യാൻ വെക്കാം. അവാസി എന്നുള്ള ജമ്മു ആസ്വിയത്തിന് ജമ്മാണത്. മിൻ അസാഹു ലറബഹു എന്നാണ് പറഞ്ഞ അർത്ഥം. ബിൽ അസാഹു എന്ന വാക്കുന്നതിൻ്റെ അർത്ഥം ലറബഹു ബിൽ അസാ, വടികൊണ്ടടിച്ചു എന്ന് അസാഹു എന്ന് പറഞ്ഞാൽ. അപ്പോൾ അടിക്കുന്നവരാ നിലയിൽ നടത്തും. അവാസിം എന്ന് പറഞ്ഞാൽ മിൻ അസിമഹു ഹഫിളഹു ഹമാഹു എന്ന സംരക്ഷിച്ചു എന്ന രീതിയിൽ. തമാം ഉഞ്ഞ ബൈത്തിൻ്റെ പൂർത്തീകരണം. അപ്പോൾ ഒരു ശത്ര പറഞ്ഞിട്ടുള്ളൂ, ഇനി അവസാന ഭാഗം.
തസൂലു ബി അസ്യാഫിൻ ഖവാദിൻ ഖവാദിബി. തസൂലു അവർ ആ ചാടി വീണ് ആക്രമിക്കും ബി അസ്യാഫിൻ എന്തുകൊണ്ട്? വാളുകളെ കൊണ്ട്. ഖവാദിൻ അത് തന്നെ മരണം കൊണ്ട് വിധിക്കുന്നവരായ നിലയിൽ, ഖവാദിബി വെട്ടുന്നവരായ നിലയിലും. ഇതപ്പോൾ അതിൻ്റെ അർത്ഥതാ ഇപ്പോൾ ഈ 2 വരിൻ്റെ അർത്ഥം ഇനി പറയാൻ വേണം, അറബിയിൽ ശ്രദ്ധിച്ചോളി. അതായത് യമുദ്ദൂന അവർ നീട്ടുന്നു, ഐദിയൻ കൈകളെ, ലാരിബാത്തിൻ അടിക്കുന്നവരായ സ്ഥിതിയിൽ, ലിൽ അഅദായി ശത്രുക്കളെ, ഹാമിയാത്തിൻ സംരക്ഷിക്കുന്നവരായ നിലയിലും, ലിൽ ഔലിയാ അവരുടെ സ്വന്തം ആളുകളെ, സ്വാഇലാത്തിൻ അവർ തന്നെ ചാടി ആക്രമിക്കുന്നവരായ നിലയിൽ, അൽ അഖറാനി അവരുടെ സമപ്രായക്കാരുടെ മേൽ, ബിസുയൂഫിൻ വാളുകളെ കൊണ്ട്. എങ്ങനത്തെ വാളുകൾ? ഹാക്കിമത്തിൻ ബിൽ ഖത്ലി കൊല കൊണ്ട് വിധിക്കുന്നതായ, ഖാത്തിയത്തിന് മുറിച്ചു കളയുന്നതുമായ എന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞ ബൈത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് അവസാനത്തിൽ ഇപ്പോൾ അവാസിം അത് ഖവാദിൻ ഖവാദിബിൻ ഈ 2 സ്ഥലത്തും അവസാനത്തിലാണ് എന്ത് വന്നിട്ടുള്ളത്? സിയാദത്ത് വന്നിട്ടുള്ളത്. വറുബ്ബമാ സുമ്മിയ ഹാദൽ ഖിസ്മുല്ലദീ തകൂനു സിയാദത്തു ഫീൽ ആഖിരി. അവസാനത്തിൽ സിയാദത്ത് വരുന്നതായ ഈ ഇനം, ഇങ്ങനത്തെ ഇനത്തിനെ പലപ്പോഴും പറയപ്പെടാറുണ്ട് മുതത്വരിഫൻ. മുതത്വരിഫ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ആദ്യത്തെ മുൻഹരിഫ് അല്ലേ, ഫസ്റ്റാണ് മാറ്റമെങ്കിൽ അവിടെ എന്ത് പേര് വന്നു അല്ലേ? അതിന് പേര് വ്യത്യം വരാണ്ടില്ല. ഇതിൻ്റെ മറ്റേ ഇനത്തിനാണ് മുൻഹരിഫ് എന്ന് പേര് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇതിന് ചിലപ്പോൾ മുത്തരിഫ് എന്ന് പേര് പറയാറുണ്ട്. ഇങ്ങനെ അവസാനത്തിൽ സിയാദത്ത് വരുന്നതിന്. കാരണം അത് തൊറഫിലാണല്ലോ വരുന്നത്, അതിൻ്റെ ലാസ്റ്റ് ഭാഗത്തായതുകൊണ്ട് അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് പേര് വരുന്നുണ്ട്. വ ഇമ്മാ ബി അക്സറ ഒന്നില്ലെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു അർഫ് കൊണ്ടായിരിക്കും സിയാദത്ത് ഉണ്ടാവുക അല്ലെങ്കിൽ ഇഖ്തിലാഫ് വരിക. വ ഇമ്മ അല്ലെങ്കിൽ ബി അക്സറ ഒന്നിൽ കൂടുതൽ, മിൻ അർഫിൻ വാഹിദിൻ ഒരു അർഫിനേക്കാൾ കൂടുതൽ അർഫ് കൊണ്ട് എന്തുണ്ടാവാം? ഇവിടെ ഇതിന് മാറ്റം വരാം. ജാത്തുഫൻ അലാ കോല ഇമ്മാ ബി അർഫിൻ അവിടേക്കാണ് അത്തുഫ്. വലം യദുക്കുർ മിൻ ആദൽ അർബി ഇല്ലാ മാ തകൂനു സിയാദു ഫിൽ ആഖിരി. ഇവിടെ അവസാനത്തിൽ വരുന്ന വരുന്നത് വ്യത്യാസം വരുന്നതിനല്ല കുറിച്ചല്ലാതെ വേറൊന്നും എന്ത് ചെയ്തിട്ടില്ല, മുസന്നിഫ് ഉദാഹരണം പറഞ്ഞിട്ടില്ല കേട്ടോ. എവിടെ ഇപ്പം നമ്മൾ ഈ പറയാൻ പോണ വിഷയം ഉണ്ടല്ലോ, അതിൻ്റെ അടുത്ത് അതായത് ഒന്നിൽ കൂടുതൽ അക്ഷരങ്ങൾ സിയാദത്ത് വന്നുകൊണ്ട് എന്തുണ്ടാവുന്ന വ്യത്യാസം വരുന്നിടത്ത് അതിന് അവസാനത്തിൽ മാത്രമാണ് മുസന്നിഫ് എന്തായിട്ടുള്ളൂ അതിന് ഉദാഹരണം പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിനാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഉദാഹരണം പറയുന്നുള്ളൂ. മറ്റേതിൽ ആദ്യത്തിന് പറഞ്ഞിരുന്നു, നടുവിന് പറഞ്ഞിരുന്നു, അവസാനത്തിനൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല മുസന്നിഫ്, അങ്ങനെ എല്ലാത്തിനും ഉദാഹരണം പറഞ്ഞിട്ടില്ല, അവസാനത്തിൽ മാത്രമാണ് ഉദാഹരണം പറഞ്ഞിട്ടുള്ളൂ. അതാ പറഞ്ഞത് വലം യദുക്കർ. മുസന്നിഫ് പറഞ്ഞിട്ടില്ല മിൻ ആദൽ അർബി ഈ ഇനത്തിൽ നിന്നും ഇല്ല ഒരു ഇനമല്ലാതെ തെക്കൂന് സിയാദത്ത് ആ ഇനത്തിലുണ്ടാവുക ഫിൽ ആഖിരി. അവിടെയാണ് അവസാനത്തിൽ മാത്രമാണ് എന്തുണ്ടാവുന്നുള്ളൂ അവിടെ വ്യത്യാസം അല്ലെങ്കിൽ എന്താ പറയണത് മാറ്റം ഉണ്ടാവുന്നുള്ളൂ, സിയാദത്തിനുള്ളൂ. അതിന് ഉദാഹരണം കൗലിഹ ഐ അൽ ഹൻസ എന്ന കവി പാടി, അത് തൻ്റെ സഹോദരൻ സൊഹ്റി എന്ന സഹോദരനെ അനുശോചിച്ചുകൊണ്ടുള്ള പാട്ടാണ് മരിച്ചുപോയപ്പോൾ. ഇന്നൽ ബുഖാഉ വശിഫാഉ മിനൽ ജവാബൈനൽ ജവാനിഹി. ഇന്നൽ ബുഖാ നിശ്ചയം കരച്ചിൽ, ഹുവ ഷിഫ അതെന്താണ്, അത് ഒരു ഷിഫയാണ്, ശമനമാണ്. മിനൽ ജവ എന്തിനുള്ള ഹർക്കത്തുൽ കൽബ് ഹൃദയത്തിൻ്റെ തുടിപ്പ് അല്ലേ, അതിനുള്ള എന്താണ് ഒരു ഹൃദയത്തിൻ്റെ വേദന, അങ്ങേയറ്റത്തെ പ്രയാസം, മനപ്രയാസം, അതിനൊക്കെയുള്ളൊരു ഷിഫയാണ് കരച്ചിൽ. ബൈനൽ ജവാനിഹി എവിടെയുള്ള ഹൃദയം, ബൈനൽ ജവാനിഹി നമ്മളുടെ വാരിയല്ലുകൾക്കിടയിലുള്ള അല്ലേ. ജവ എന്ന് പറഞ്ഞാൽ പ്രയാസം, വേദന. അതിന് ജവാനി എന്ന് പറഞ്ഞാൽ എന്താണ് വാരിയല്ലുകൾ. അപ്പോൾ വാരിയല്ലുകൾക്കിടയിലുള്ള ഹൃദയത്തിൻ്റെ വേദനയിൽ നിന്നുള്ള ഷിഫയാണ് കരച്ചിൽ. ബിസിയാത്ത് നൂനി വൽ ഹാ, ഇവിടെ ജവാനി രണ്ട് സിയാദത്ത് വന്നില്ലേ, അവസാനത്തിൽ നൂനു ഹാവും, അപ്പോൾ രണ്ട് ഇത് വന്നു. റുബ്ബമ സുമിയ ഹാദൻ നൗ മുദീലൻ, ഈ ഇനത്തിന് അധികവും പറയൽ എന്താണ് മുദീൽ എന്നാണ് ഈ ഇനത്തിൻ്റെ എന്താക്കിയിട്ടുള്ളത്, അവർ കൊടുത്ത പേര്. ഈ ഇനത്തിന് അങ്ങനെയാണ് പേരെന്തായിട്ടുള്ളത് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് തൽക്കാലം അവിടെ നിർത്താം, നമുക്ക് ബാക്കി ഇൻഷാ അല്ലാഹ് അർത്ഥെടുക്കുക. അപ്പോൾ രണ്ട് കാര്യമാണ് ഇന്ന് പഠിച്ചു, ഒന്ന് ഹൈആത്തിൽ വരുന്നത്, പിന്നെ അതതുകളിൽ മാറ്റം വരുന്നത്. അപ്പോൾ അതിൽ വ്യത്യസ്തങ്ങളായ അതിൻ്റെ പേരുകളും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് എഴുതി ഇൻഷാ അല്ലാഹ് ഉദാഹരണ സഹിതം അറിയിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.